കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് 1% ഇടിയുകയും ഇൻഡെക്സ് 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 23,500-നടുത്തേക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇൻഡെക്സ് 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്തെത്തിയത് മാർക്കറ്റിനെ കൂടുതൽ ദുർബലമാക്കുന്നുണ്ട്. നിലവിലെ ലെവലിൽ നിന്നും വരുന്ന 3 മുതൽ 6 മാസത്തിനുള്ളിൽ ഇന്ത്യൻ മാർക്കറ്റ് 10% കറക്റ്റാകാൻ സാധ്യതയുണ്ടെന്ന് മാക്രോയുടെ റിസർച്ച് അനലിസ്റ്റായ സന്ദീപ് ഭാട്ടിയ പറയുന്നു. ഇന്ത്യൻ കമ്പനികളുടെ വാല്യുവേഷനുമായി സംബന്ധിച്ച കൺസേണിൻ്റെ പശ്ചാത്തലത്തിലും സെപ്റ്റംബർ മാസത്തിലെ ക്വാർട്ടർലി സെഷനിൽ കമ്പനികളുടെ വരുമാനത്തിലുണ്ടായ ഇടിവിൻ്റെ ഇമ്പാക്റ്റും വരുന്ന 3 മുതൽ 6 മാസത്തിനുള്ളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചേക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം ഓൾ ടൈം ഹൈയിൽ നിന്നും 10% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും 10% കറക്റ്റാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് മാക്രോയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റ് വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്. പ്രധാനമായും എമർജിംഗ് മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ശക്തിയായി 2025 അമേരിക്കൻ മാർക്കറ്റ് തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മാക്രോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ചൈനയുമായി ബന്ധപ്പെട്ട വ്യാപാര നയങ്ങളിൽ വരുന്ന മാറ്റവും ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് മുകളിൽ ഇമ്പോർട്ട് ടാക്സ് ഉയർത്തുകയും ചെയ്താൽ അത് പണപ്പെരുപ്പത്തിലേക്ക് നയിച്ചേക്കാം. ഇൻഫ്ലേഷൻ ഉയരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള എമർജിംഗ് മാർക്കറ്റുകളെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേണായി മാറാനും സാധ്യതയുണ്ട്. കൂടാതെ ഡിസംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാനുള്ള സാധ്യത 80%-ആയി ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വന്ന അമേരിക്കയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ അല്ലെങ്കിൽ CPI ഇൻഫ്ലേഷൻ ഡേറ്റ മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈൻ ആയിരിക്കുന്നതാണ്. CPI ഇൻഫ്ലേഷൻ 0.2% വർദ്ധിച്ചെങ്കിലും അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന പോളിസി നയങ്ങൾക്ക് അനുകൂലമായും കൂടാതെ കോർപ്പറേറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്യാനും സാധ്യതയുള്ളതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അമേരിക്കൻ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. ഇതിനെ ഫാക്ടർ ഇൻ ചെയ്യുന്ന പെർഫോമൻസ് അമേരിക്കൻ മാർക്കറ്റ് നടത്താനും സാധ്യതയുണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിക്കുന്ന പ്രധാന ലെവലുകൾ കൂടി മനസ്സിലാക്കാം. 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് അല്ലെങ്കിൽ 23,540 തന്നെയാണ് ഏറ്റവും പ്രധാന സപ്പോർട്ട്. 23,540 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ ഇൻഡെക്സ് 23,200 എന്ന ലെവലിലേക്ക് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. 23,200 എന്ന ലെവൽ ഒരു പ്രധാനപ്പെട്ട ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽ കൂടിയാണ്. അതുകൊണ്ട് 23,200 മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. ഇനി 23,200 എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ നഷ്ടമാവുകയാണെങ്കിൽ ഇൻഡെക്സ് മാക്സിമം 22,000 വരെ കറക്റ്റായേക്കാം. വരും സമയങ്ങളിൽ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 23,800, 24,050 തുടങ്ങിയ ലെവലുകളായിരിക്കും റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. ബാങ്ക് നിഫ്റ്റിയുടെ 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് 49,900 50,800 ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ഒരു സ്റ്റോക്കിലേക്ക് കടക്കാം. സ്റ്റോക്കിൻ്റെ പേര് ദീപക് നൈട്രേറ്റ്. ദീപക് നൈട്രേറ്റ് കഴിഞ്ഞ ദിവസം 2.4% ഇടിഞ്ഞ് 2,510 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 34,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.65. ഡിവിഡൻഡ് yield 0.30%. 52 വീക്കിലോ 2021 52 വീക്കായി 3,169. ദീപക് നൈട്രേറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് നേടിയെങ്കിലും പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് 205 കോടിയിൽ നിന്ന് 194 കോടിയിലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. റവന്യൂ 14% വർദ്ധിച്ച് 1,778 കോടിയിൽ നിന്നും 2,032 കോടിയിലേക്കെത്തി. എബിറ്റ 1.5% കറക്റ്റായി 302 കോടിയിൽ നിന്നും 297 കോടിയിലേക്കെത്തി. എബിറ്റ മാർജിൻ 17%-ൽ നിന്നും 14.7%-ലേക്ക് കോൺട്രാക്റ്റ് ആവുകയും ചെയ്തു. ഇയർ ഓൺ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ ഇടിവ് വന്നിട്ടുണ്ട്. 205 കോടിയിൽ നിന്ന് 194 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ക്വാർട്ടർ ടു ക്വാർട്ടറിലും പ്രോഫിറ്റ് 203 കോടിയിൽ നിന്നും 194 കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ റവന്യൂ 2,167 നിന്നും 2,032 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. 2,493 ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2,250 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.